ആറന്മുള ഭാഗത്ത് ആ വെള്ളം എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിലാണ് ഇവിടേക്ക് എത്തിച്ചത്. അവിടുന്ന് എത്ര പേരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്? ഇപ്പം നിലവിൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഒരു 25-30 പേരെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ആൾക്കാരുണ്ടോ അവിടെ? അല്ല, ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരോട് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിവിടെ നിന്നോളാം എന്നാണ് പറയുന്നത്. അവരെ നമുക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ എത്ര സമയം ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു അവിടെ? ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടല്ലേ വെള്ളം ഇപ്പോൾ കൂടിയത്? അരമണിക്കൂറല്ല, ഇതിപ്പം ഞങ്ങൾ 3 ട്രിപ്പ് ഞങ്ങൾ ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നു. ഇതിപ്പം രാവിലെ ഒരു 10 മണിക്കൊക്കെ ഇവിടെ മൊത്തം ഇതായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു ഇത്രയും വെള്ളം. രാവിലെ 10 മണിക്ക് ഇവിടെ കിടക്കുമായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്നിടത്തായിരുന്നു വെള്ളം. അത് കഴിഞ്ഞ് കൂടിയതാണ്. അതായത് ഒരു 1.5 അടി വെള്ളം ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ആൾക്കാരെ എല്ലാം ഈ സൈഡ് വഴി എല്ലാം പോയിട്ട് ആൾക്കാരെ എത്തിക്കാനുള്ള, അതിനകത്ത് ഹോസ്പിറ്റലൈസ് ആയ ആൾക്കാരുണ്ട്, ബാക്കി ആൾക്കാരെ എല്ലാം ഞങ്ങൾ ഇവിടെ എത്തിച്ചു. എന്നാൽ ചില ആൾക്കാരുണ്ട് വരാൻ മടിയായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അവർക്ക് ഫുഡ് വേണോ എന്തെങ്കിലും വെള്ളം വേണോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു. സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ പോയിട്ട് വെള്ളം എത്തിച്ചു, ഫുഡ് എത്തിച്ചു, എല്ലാം ചെയ്തു. ഞങ്ങൾ വാർണിംഗ് കൊടുത്തു. കാരണം ഇതൊക്കെ നാളെ ഏത് രീതിയിൽ പുറത്ത് വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. ഇപ്പം ഇവർക്കൊക്കെ ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചാനലുകാരോ അല്ലെങ്കിൽ ഓൺലൈനിലായാലും ഇവരായാലും മൊബൈലിൽ എടുത്തിട്ട് നേരെ വിടും. ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ പല രീതിയിലുള്ള സംസാരമല്ലേ വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യവും ചെന്നിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു. കാരണം ഇവിടെ ഈ എല്ലാം ഒന്നും സത്യമല്ല. ഇവിടെ ഉണ്ടായിരുന്ന പരമാവധി ആളുകളെ ഇവിടേക്ക് എത്തിച്ചു. ചിലർ അവിടെ താമസിക്കുകയാണ്, അവർ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയും. പക്ഷേ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളെ വാഹനങ്ങളൊക്കെ തന്നെ പരമാവധി ആളുകളെ ഇവിടെ എത്തിച്ചു. ഇവിടെയൊക്കെ തന്നെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിച്ച ഭൂരിഭാഗം ആളുകളാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ ആഴത്തിലുള്ള വെള്ളമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല വീടുകളിലും ആ ഭാഗത്തേക്കുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തെ മുഴുവൻ പ്രദേശങ്ങളിലും വെള്ളം എത്തി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. രാവിലെ അല്പം കുറവുണ്ടെങ്കിലും പിന്നീട് വെള്ളം വലിയ രീതിയിൽ ഉയർന്നൊരു സാഹചര്യമാണുള്ളത്. വാഹനങ്ങൾ ഒക്കെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് പരമൂട്ടുംപടി, ആറന്മുളയിലെ പരമൂട്ടുംപടി എന്ന ഭാഗത്താണ്. ഇവിടെ ചെറിയ വെള്ളങ്ങളിലും ഒപ്പം തന്നെ വലിയ തോണികളിലും ഒക്കെ ആയാണ് ആളുകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം എത്രത്തോളമാണ് ഈ വെള്ളം കാണുന്നതെന്ന്. ഇത് റോഡാണ്, വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡായിരുന്നു. അവിടെയാണ് വലിയ രീതിയിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. വെള്ളം ഇനിയൊരു പക്ഷേ കയറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വീടുകളിൽ വെള്ളം കയറുന്നൊരു സാഹചര്യത്തിൽ പരമാവധി ആളുകളെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ ഇവിടെ വീടുകളിൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ വീടുകളിൽ നിന്ന് ഇപ്പോൾ സാധനങ്ങളൊക്കെ ആയി പുറത്തേക്ക് വന്ന കുറച്ച് ആളുകൾ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു അവരുടെ ഒരു വീട്ടിലെ സാഹചര്യം എന്നത്. എങ്ങനെ അവിടെ വീട്ടിൽ വെള്ളം കയറിയോ? എന്താണ് അവസ്ഥ? വെള്ളം കയറി. എപ്പോഴാണ് വെള്ളം കയറിയത്? വെള്ളം ഇന്നലെ കയറിയിട്ട് രാവിലെ പോയി, പിന്നെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സാധനങ്ങളൊക്കെ എടുത്താൽ മാറ്റിയോ? ഞങ്ങൾക്ക് റൂഫിലൊന്നും ഇല്ല, അതുകൊണ്ട് പെരക്കകത്ത് തന്നെ ഇരിക്കുന്നു സാധനങ്ങളൊക്കെ. വെള്ളം കയറിയ പ്രശ്നമല്ലേ? വെള്ളം കയറിയ പ്രശ്നമാണ്. ഞങ്ങളുടെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം പോകും. അപ്പോൾ ഇപ്പം എങ്ങോട്ടാണ് മാറുന്നത്? ഇപ്പം ഞങ്ങൾക്ക് അടശ്ശേരിമല അപ്പുറത്തൊരു ബന്ധുവീടുണ്ട്, അവിടോട്ട് പോകാമെന്ന് വെച്ചാൽ. എത്ര കുടുംബങ്ങളാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് താമസിക്കുന്നത്? അവിടെ 8-9 കുടുംബമുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരോറ ബന്ധുവീടുകളിലും ക്യാമ്പിലൊക്കെ പോയി. പരമാവധി അവിടെ ആളുകളെ മാറ്റിയല്ലേ? അവിടെ മാറ്റി. 2 പേര് അവിടെ ഉണ്ട്. അവർക്ക് പശു ഉണ്ട്, അതിനെ കര കെട്ടിയേക്കുക. അപ്പോൾ കൂടെ അവിടെ പോയി നോക്കണമെന്ന് ഓർത്ത് അവർ ഭാര്യയും ഭർത്താവും വന്നില്ല. ഇപ്പം എത്ര മണിയോട് കൂടിയാണ് ഇങ്ങനെ വലിയ രീതിയിൽ വെള്ളം ഉയർന്നത്? ഇപ്പം വലിയ രീതിയിൽ വെള്ളം തുടങ്ങിയിട്ട് ഉച്ചയായി. 12 മണിയൊക്കെ ആയില്ലേ വെള്ളം വരാൻ തുടങ്ങിയിട്ട്. അവിടുന്ന് സാധനങ്ങളൊക്കെ ഉണ്ടോ? ഒരു വീട്ടിലാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ മുഴുവൻ എടുത്തോ അങ്ങോട്ട് വരുമ്പോൾ? ഇല്ല, കുറച്ച് തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ കിടക്കുക. അപ്പം വെള്ളം ഇനി ഉയർന്നാൽ പ്രതിസന്ധി ആവും അവിടെ? പിന്നെ അത്യാവശ്യം ഒന്ന് പൊക്കി വെച്ചിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം പോകും. 18 കഴിഞ്ഞ് ഞങ്ങളെല്ലാം പുതിയത് മേടിച്ചതാ. എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോകും. എന്താ ചെയ്യാൻ?
ഒരു പ്രളയത്തിൻ്റെ ക്ഷീണം കഴിഞ്ഞ് വരുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് അവരൊക്കെ പറയുന്നത്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? എത്ര പേരെ അവിടെ നിന്ന് നമുക്ക് മാറ്റാൻ കഴിഞ്ഞത്? ഏകദേശം ഒരു മൊത്തം ആൾക്കാർ നമ്മളെ മാറ്റി എന്നാണ് നമ്മുടെ ഒരു ഏകദേശം ഒരു കണക്കിൽ നോക്കി അറിയുന്നത്. ഇപ്പം ഇനിയും കുറച്ച് പേരും കൂടി ഉണ്ട്, അവർ വരാണ്ട് ഉള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ഇതിൽ നിൽക്കുന്നത്. വേറെ എവിടെയെങ്കിലും ഇത്തരത്തിൽ വെള്ളം കയറുണ്ട് ഈ പ്രദേശം അല്ലാതെ? ഈ പ്രദേശത്തിലാണ് അപ്പുറത്തോട്ട് വെള്ളമുണ്ട്, കാഞ്ഞിരവേലി ഭാഗത്തെല്ലാം വെള്ളമുണ്ട്. അവിടെ ആളുകളെയൊക്കെ എങ്ങനെയാ മാറ്റിയോ? അവിടുത്തെ അങ്ങോട്ട് ബോട്ട് വല്ലതും പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. ഇവരുടെ മത്സ്യബന്ധനത്തിൻ്റെ ബോട്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം ഞങ്ങൾ അവിടെ തന്നെ കൂടാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. അന്നേരം പറഞ്ഞ് രാത്രി വെള്ളം കൂടിയെങ്കിലോ എന്തെങ്കിലും ആയ പിന്നെ എന്തു ചെയ്യും, പിന്നെ ആരെയും വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പം ഞങ്ങളെന്നാൽ പിന്നെ എടുപിടി സാധനങ്ങളൊന്നും പറക്കി വെക്കാനും പോലും പറ്റിയില്ല. 2018 വെള്ളപ്പൊക്കത്തിന് നഷ്ടപ്പെട്ട പോലെ തന്നെ ഇതിനും പോക്കാം. ആരും ഉത്തരവാദിത്വം പറഞ്ഞാൽ ആര് പറയും? സാധനങ്ങളൊക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് അതുപോലെ ഇരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത. രാവിലെ ഒന്ന് ഇന്നലത്തെ വെള്ളം ഒന്ന് കയറി ഇറങ്ങിയതാ, വീണ്ടും അതുപോലെ തന്നെ വെള്ളം കയറി. പെട്ടെന്നായിപ്പോയി. ഇപ്പൊ ഇന്നലെ മഴ മാറിയെന്ന് വിചാരിച്ചതാ, ഇപ്പൊ വീണ്ടും പെട്ടെന്ന് കൂടി ഇപ്പൊ അങ്ങനെ നമ്മളോട് പറയുന്നുണ്ടാ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേരും കൂടി ഉണ്ട്, ഇനി അവിടെ നിന്ന് വരാനുണ്ട്. ഇനി അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആ ഏരിയ മൊത്തം സേഫാണ്. ഇപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ താമസം മാറുന്നത്? നമ്മളിപ്പോൾ ക്യാമ്പിലേക്ക് പോകാം, പിന്നെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് മാറാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൈഫ് ഹൗസ് ഉണ്ട്, അങ്ങോട്ട് മാറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാമ്പ് എവിടേക്കാണ്? ക്യാമ്പ് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ സ്കൂളുണ്ട്, ആറന്മുള സ്കൂളുണ്ട്, പള്ളിയുണ്ട്, തെക്കേമല പള്ളിയുണ്ട്, ഇവിടെ പിന്നെ വഞ്ചിത്തറ പള്ളിയുണ്ട്. ഇവിടുത്തെ 3 ക്യാമ്പ്. അപ്പം ഞങ്ങളിപ്പം പോകുന്ന പെങ്ങളുടെ വീടുണ്ട് ഇവിടെ അടുത്ത് നാക്കാലിക്കല്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറുക. ഇപ്പോൾ നമ്മൾ കാണുന്ന അവിടെയും ചെറിയ വഞ്ചികൾ പോയി ആളുകളെ കൂട്ടാൻ പോവാണ്. അവിടെ എല്ലാം വീടുണ്ട്. അവരൊക്കെ ക്യാമ്പിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ വീട് മാറി കാണുമായിരിക്കും അവിടെ ഏകദേശമൊക്കെ. ഇപ്പൊ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് അറിയാലോ, നമ്മൾ ഉച്ച കഴിഞ്ഞ് മഴ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ കുറേ പേരൊക്കെ വീടുകളിലായിരിക്കും ഇപ്പോൾ കൂടുതലും. ഇനി മഴ കൂടാണെങ്കിൽ മാത്രമേ ഇനി കൂടുതലും മാറുള്ളൂ ആൾക്കാർ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇവിടെ ആളുകൾ അനുഭവിക്കുന്നത്. അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഒരു പ്രളയത്തിന് ശേഷം ഓരോ വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങൾ വാങ്ങി സ്വരുക്കൂട്ടി വരുന്ന സമയത്താണ് വീണ്ടും വീട്ടിലേക്ക് വെള്ളം കയറിയത്. പലർക്കും എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നമുക്ക് എന്തായാലും ഇവിടെ വെള്ളം കൂടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒപ്പം തന്നെ നല്ല രീതിയിൽ ഒഴുക്കും നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ആരതി.